സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു സിം കാർഡിന്റെ കണക്ഷനെങ്കിലും ഉണ്ടാവുമല്ലോ. നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും എന്തായാലും നമുക്കൊരു കോൾ വരാനോ കോൾ പോകാനോ ഒക്കെ ഒരു സിം കാർഡ് അത്യാവശ്യമാണ്. ഈ സിം കാർഡിന് എത്രത്തോളം റേഞ്ച് ഉണ്ട്, ഈ സിം കാർഡിന് എത്രത്തോളം സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാറുണ്ടോ? ഒരു ആപ്ലിക്കേഷന്റെ സഹായമില്ലാതെ നമുക്ക് മൊബൈലിൽ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ വീട്ടിന്റെ ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും, അല്ലെങ്കിൽ റൂമിന്റെ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും ഏറ്റവും കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത് ലഭിക്കുക. ഈ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും മൊബൈൽ ഉപയോഗിക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എബൌട്ട് ഫോൺ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൊബൈലിൻ്റെ മോഡൽ നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ സിം കാർഡ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സിം 1 സിം 2 എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഏത് സിമ്മാണ് സെലക്ട് ചെയ്യുന്നത് ആ സിമ്മിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ -110 ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സിം ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ സിമ്മിൽ ഇവിടെ സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കുന്നത് -104 ആണ്. ഞാനിപ്പോൾ സിം 1 എയർടെലും അതുപോലെ തന്നെ സിം 2 ജിയോ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടിലും വ്യത്യാസങ്ങൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ ഒരേ സ്ഥലത്ത് തന്നെ ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കില്ല. നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് റൂമിൽ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സിഗ്നൽ സ്ട്രെങ്ത് കൂടുന്നതും കുറയുന്നതും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല എങ്കിൽ, ഞാനിപ്പോൾ സാംസങ് മൊബൈലാണ് കാണിച്ചത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക, എന്നിട്ട് നിങ്ങളുടെ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക സിം കാർഡ് സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സിം കാർഡ് സ്റ്റാറ്റസിൻ്റെ ഈ ഓപ്ഷൻ കിട്ടും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സിം കാർഡ് സ്റ്റാറ്റസ് ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സിഗ്നൽ സ്ട്രെങ്ത് കാണാനും സാധിക്കും. ഇനി നമുക്ക് ഇത് കണ്ടുകൊണ്ട് എങ്ങനെയാണ് സിം കാർഡിൻ്റെ സ്റ്റാറ്റസ് കൂടുന്നത് കുറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് ഉണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സിം സ്റ്റാറ്റസ് സിഗ്നൽ സ്ട്രെങ്ത് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ഇവിടെ ഷോ മോർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. നേരത്തെ കണ്ട ഓപ്ഷനുകൾ ഇവിടെ 1 2 3 എന്ന് കൃത്യമായിട്ട് നമ്പർ ഇട്ടിട്ട് നേരത്തെ ഞാൻ കാണിച്ച അതേപോലെ തന്നെ ആ സെറ്റിങ്സിൽ പോകേണ്ടത് എങ്ങനെയാണെന്നൊക്കെ വരച്ച് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കാണിച്ച ഓപ്ഷനൊക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും -50 ആ ഒരു സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള നല്ലൊരു റേഞ്ചിലാണ് നിങ്ങൾ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചത് ഏകദേശം -100ൻ്റെ മേലെയാണ്. അപ്പോൾ ഏകദേശം ഒരു ആവറേജ് സ്പീഡ് ഉണ്ട് എന്ന് അർത്ഥം. ഇനി നമുക്ക് ഇവിടെ തന്നെ -120 ആണെങ്കിൽ വളരെ ദാരിദ്ര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സ്പീഡ് വളരെ കുറവുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്നർത്ഥം. ഇവിടെ കണ്ടോ, നിങ്ങൾക്കൊരു സ്കെയില് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രാഫ് സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് -110 അതുപോലെ തന്നെ -100 -90 അതിൻ്റെയൊക്കെ സിഗ്നൽ സ്ട്രെങ്ത് എത്രത്തോളം കൂടുതലാണ് കുറവാണ് എന്നിവിടെ മുകളിൽ എഴുതിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മൊബൈലിൽ കാണുന്ന ആ ഒരു സിഗ്നൽ സ്ട്രെങ്ത്തും ഇതുമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ഏരിയ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത് കിട്ടുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.